ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അഹിംസ, സത്യം, പരോപകാരം, കാരുണ്യം മുതലായ സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയാൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നാം എപ്പോഴും സദ്ഗുണങ്ങളെ തന്നെ നമ്മുടെ മനസ്സിൽ നിലനിർത്തണം. സദ്ഗുണങ്ങൾ ഇല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന തൽസ്ഥാനത്തേക്ക് ദുർഗുണങ്ങൾ കയറി വരും. നാം ഒരു വളപ്പിൽ ഒരു കൃഷിയും ചെയ്യാതെ കുറച്ചു കാലം അത് കിടക്കുകയാണെങ്കിൽ അവിടെ പുല്ലും മുള്ളും ചെടികളും പാഴ്ചെടികളും എല്ലാം തനിയെ വളർന്ന് കാട് പിടിക്കും. എന്നാൽ അവിടെ നല്ല ഒരു ചെടി ഉണ്ടാക്കണമെങ്കിൽ ഈ കളകളെയെല്ലാം വെട്ടിക്കളഞ്ഞ് മണ്ണ് ഇളക്കി മറിച്ച് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗപ്രദമായ സസ്യത്തെ അവിടെ നട്ടു വളർത്താൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സെന്നത് ഈ ലോക വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ പാഴ്ചെടികൾ വളരുന്നത് പോലെ നമ്മുടെ മനസ്സൊരു കൃഷിസ്ഥലമാണ്. ആ കൃഷിസ്ഥലം ഈ ലോക വ്യവഹാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ പാഴ്ചെടികൾ വളരെ വേഗത്തിൽ വളരും. ദേഷ്യം, പക, അസൂയ, പ്രതികാരം, ഹിംസ ഇതൊക്കെയാണ് പാഴ്ചെടികൾ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു വളവും ഇട്ട് കൊടുക്കാതെ ഈ ലോകത്തിൽ വിഹരിക്കുമ്പോൾ സമ്പാദിക്കപ്പെടുന്നവയാണ് ഈ ദുർഗുണങ്ങളെല്ലാം തന്നെ. അതിനാൽ ആ ദുർഗുണങ്ങളെ പിഴുതെറിഞ്ഞ് കളഞ്ഞ് അവിടെ ഇളക്കി മറിച്ച് അവിടെ നല്ല വിത്തിടണം. സ്നേഹം, ദയ, പരോപകാരം, കാരുണ്യം മുതലായ നല്ല ഗുണങ്ങൾ വിത്തിട്ടാൽ അതിന് വെള്ളവും വളവും കൊടുക്കണം. അതിന് കീടങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ വേലി കെട്ടണം. ഇതെല്ലാം ചെയ്തെങ്കിലേ ആ നല്ല വിത്ത് മുളച്ച് ഫലത്തെ തരുകയുള്ളൂ. അപ്രകാരമാണ് നമ്മുടെ മനസ്സാകുന്ന കൃഷിഭൂമിയിലും. സത്യമാർഗത്തിലൂടെ നാം പോയെങ്കിൽ കാണുന്നതെല്ലാമേ സത്യമായി തീർന്നിടും. ആത്മസ്വരൂപമാം നാം എന്ന സത്യത്തെ എപ്പോഴും ഓർമ്മയിൽ തന്നെയുണ്ടാവണം. നമ്മൾ ആരാണെന്ന സത്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. നമ്മൾ ഈ ദേഹമല്ല. പിന്നെയോ ആത്മസ്വരൂപമാം നാം എന്ന സത്യത്തെ നമ്മൾ ഓരോരുത്തരും ആ പരമാത്മാവാണ് എന്ന സത്യത്തെ എപ്പോഴും നമ്മൾ ഓർക്കണം. സത്യമാർഗത്തിലൂടെ നാം പോയെങ്കിൽ, സത്യമായ മാർഗത്തിലൂടെ, ശരിയായ മാർഗം എന്നാണ് ഇവിടെ ഈ സത്യമാർഗം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം സത്യത്തിലേക്കുള്ള മാർഗമാണെങ്കിൽ അതാണ് സത്യമാർഗത്തിലൂടെ നാം പോയെങ്കിൽ കാണുന്നതെല്ലാമേ സത്യമായി തീർന്നിടും. സത്യമാർഗത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ സത്യം കൊണ്ട് നിറയും. അങ്ങനെ സത്യം കൊണ്ട് നിറയുമ്പോൾ നാം കാണുന്നതെല്ലാം സത്യമായിരിക്കുന്ന ആ പരമാത്മാവായി കാണാൻ നമുക്ക് സാധിക്കും. സത്യമാർഗത്തിലൂടെ നാം പോയെങ്കിൽ കാണുന്നതെല്ലാമേ സത്യമായി തീർന്നിടും. ആത്മസ്വരൂപമാം നാം എന്ന സത്യത്തെ, ഇവിടെ ഏതാണ് സത്യം? ആത്മാവ്, ആ പരമാത്മാവായിരിക്കുന്ന അതാണ് പരമസത്യമായിരിക്കുന്നത്. അതാണ് നാം ഓരോരുത്തരും നശിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് വിധേയമാകുന്ന ശരീരമാണ് ഞാനെന്നാണ് ഇപ്പോൾ നാം ധരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല. നമ്മൾ ഈ ശരീരമല്ല. ഈ ശരീരത്തെ ചേഷ്ടിപ്പിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ് നാം ഓരോരുത്തരും. ഈ ശരീരത്തിൻ്റെ അടിമയല്ല, ശരീരത്തിൻ്റെ ഉടമയാണ്. ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് ശരിയായ സുരക്ഷാബോധം ഉണ്ടാവുക. ആ സുരക്ഷാബോധം ഉണ്ടാവാൻ പ്രവർത്തിക്കാൻ പറ്റുന്നത് ഈ മർത്യദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാണ് നാം മർത്യനായി ജനിച്ചത്. മറ്റെത്രയോ ശരീരങ്ങളിൽ കൂടി പാകപ്പെട്ടതിന് ശേഷമാണ്
ഈ ഒരു ശരീരം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിത രീതിക്കനുസരിച്ചാണ് നമുക്ക് തരുന്ന ഓരോ ശരീരങ്ങളും. അപ്പോൾ നമുക്ക് നല്ല ശരീരം കിട്ടാൻ ഉത്തരവാദി നാം തന്നെയാണ്. നമുക്കൊരു വൈകല്യമുള്ള ശരീരം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയും നാം തന്നെയാണ്. ഈശ്വരന് ആരിലും ഒരു പ്രത്യേകതയോ പ്രത്യേക വൈമുഖ്യമോ അല്ലെങ്കിൽ വെറുപ്പോ സ്നേഹമോ ഇല്ല. എല്ലാം അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തരുന്നത് ഭഗവാനാണ്. സത്യമാർഗത്തിലൂടെ നാം പോയെങ്കിൽ കാണുന്നതെല്ലാമേ സത്യമായി തീർന്നിടും. ആത്മസ്വരൂപമാം നാം എന്ന സത്യത്തെ എപ്പോഴും ഓർമ്മയിൽ തന്നെയുണ്ടാവണം.